അൽ അക്സ മോസ്കിന് നേരെ ആക്രമണം നടത്തി ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്നാണ് ഇറാൻ നൽകുന്ന വാർണിംഗ്. യുദ്ധത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ. ഇസ്രായേൽ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. എന്താണ് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ? പ്രധാനപ്പെട്ട ചില ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് ശത്രുവിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ. ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ സമർത്ഥമായി ഉപയോഗിച്ച ഒരാൾ ഹിറ്റ്ലറായിരുന്നു. ഹിറ്റ്ലർ പോളണ്ട് കീഴടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നാടകം ഒപ്പിക്കുകയുണ്ടായി. പോളണ്ടിൻ്റെ പട്ടാളം ജർമ്മനിയുടെ ഒരു റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു എന്നായിരുന്നു ഹിറ്റ്ലറുടെ ആരോപണം. അത്തരം ഒരു ആക്രമണം അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. പോളണ്ടിൻ്റെ പട്ടാളക്കാരുടെ വേഷവിധാനം ധരിച്ച ജർമ്മൻ പട്ടാളക്കാർ ഫേക്കായി ഈ റേഡിയോ സ്റ്റേഷൻ ആക്രമിക്കുകയായിരുന്നു. റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചത് പോളണ്ടിൻ്റെ പട്ടാളമാണ്, പോളിഷ് പട്ടാളമാണ്, പോളിഷ് സൈന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം സംഘടിപ്പിക്കാൻ ഹിറ്റ്ലർക്ക് സാധിച്ചു. പോളണ്ടിനെ ആക്രമിക്കാൻ റേഡിയോ സ്റ്റേഷൻ ആക്രമണമാണ് ഹിറ്റ്ലർ സമർത്ഥമായി ഉപയോഗിച്ചത്. ജർമ്മനിയിലെ ഒരു റേഡിയോ സ്റ്റേഷൻ ജർമ്മൻ പട്ടാളം ആക്രമിക്കുന്നു, എന്നാൽ അത് പോളിഷ് പട്ടാളമാണെന്ന് പറയുന്നു. അങ്ങനെ പോളണ്ടിനെതിരെ ജനവികാരമുണ്ടാക്കുന്നു. പോളണ്ടിനെ ആക്രമിക്കാൻ, കീഴടക്കാൻ വേണ്ടി ഹിറ്റ്ലർ തയ്യാറാവുന്നു. ഈ പരിപാടിക്കാണ് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയുക. ഇന്ത്യയിൽ ഫാഷിസ്റ്റ് ശക്തികൾ, BJP, RSS നിരവധി സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മക്ക മസ്ജിദ് സ്ഫോടനം, വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾ സംഘടിപ്പിച്ചത് RSSും സംഘപരിവാറുമായിരുന്നു. അതിൽ പ്രതി ചേർക്കപ്പെട്ടത് മുസ്ലിം ന്യൂനപക്ഷങ്ങളായിരുന്നു. അസീമാനന്ദയുടെ കേസിൽ ഇത് വ്യക്തമാണ്. ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എല്ലാ ഫാഷിസ്റ്റ് ശക്തികളും എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. 1954 മൊസാദ് ഈജിപ്തിലും ഇതേപോലെയുള്ള ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ സംഘടിപ്പിച്ചിരുന്നു. അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈജിപ്തിൽ വലിയ രീതിയിലുള്ള ബോംബ് സ്ഫോടനം നടത്താനായിരുന്നു. ഈജിപ്ഷ്യൻ ദേശീയവാദികളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുക എന്നതായിരുന്നു മൊസാദിൻ്റെ, ഇസ്രായേലിൻ്റെ ഗൂഢതന്ത്രം. ഈജിപ്തിലെ ഇൻ്റലിജൻസ് അത് കണ്ടെത്തുകയും ആ പ്ലാൻ തകർക്കുകയുമായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഉണ്ടാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാനിയൻ ന്യൂസ് ഏജൻസിയായ തസ്നീമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അൽ മയാദിൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖുദ്സ് ദിവസമാണ്, ഖുദ്സ് ഡേ ആണ്. അന്ന് അൽ അക്സ മോസ്കിനെതിരെ ഒരു ആക്രമണം നടത്തുകയും അത് ഇറാൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും എന്ന ഒരു സംശയമാണ് ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. അയത്തുള്ള ഖംനയുടെ വധത്തോടെ ഇസ്രായേലിൻ്റെയും US-ൻ്റെയും അന്യായമായ ആക്രമണത്തിലൂടെ ഇറാന് കിട്ടിയ മുസ്ലിം ലോകത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഗൂഢപദ്ധതി ഇസ്രായേൽ ഒരുക്കുന്നത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ ഇത്തരം ചില പരിപാടികൾ മൊസാദ് ഇസ്രായേൽ സംഘടിപ്പിച്ചിരുന്നു. സൗദിയിലെ അരാംകോ റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണം യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിയതല്ല. ഇസ്രായേൽ അത് ഇറാനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ആരാംകോക്ക് നേരെ ഉണ്ടായത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ഒരിക്കലും ആരാംകോ റിഫൈനറിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല. അസർബൈജാനിലെ നെക്ചാൻ എയർപോർട്ടിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നു. ആക്രമണത്തെ അസർബൈജാൻ ശക്തമായി അപലപിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ അൽ അക്സ മോസ്കിന് നേരെ നടത്തുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്.